ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഇറങ്ങിയ മാർക്കോ സിനിമ അത് കാണാൻ വേണ്ടി പോകുന്ന വീഡിയോ. കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നത് ഇങ്ങനെ മാർക്കോ സിനിമ കാണണമെന്ന്, പക്ഷേ അതങ്ങോട്ട് നടക്കുന്നില്ല. ക്രിസ്മസിൻ്റേതായ തിരക്കുകളും അങ്ങനെ കുറേ തിരക്കുകളാണ്. അത് കാരണം നമുക്ക് പോകാൻ പറ്റാഞ്ഞ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ മാർക്കോ സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്ന ദിവസമാണ്. അപ്പം മാർക്കോ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ മൂവി കാണാൻ വേണ്ടി പോവാണ്. 3:20 മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 2:40 കഴിഞ്ഞപ്പോൾ ഇറങ്ങി, കുറച്ച് നേരത്തെ ഇറങ്ങി. എന്നാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാണ്. പോകുന്നത് കരുനാഗപ്പള്ളിയായതുകൊണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ല. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതാണ് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പാർക്ക് ചെയ്യാനായിട്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് എന്താ വരിക. സത്യത്തിൽ ഞങ്ങൾക്ക് മാർക്കോ കാണാൻ നല്ല ത്രില്ലുണ്ട്. കാരണം ഇറങ്ങിയിട്ട് കുറേ ദിവസമായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അതിൻ്റേതായ ഒരിതുണ്ട്. അങ്ങനെ ഞങ്ങൾ കരുനാഗപ്പള്ളിയുള്ള കാർണിവലിലാണ് വന്നത്. കാർണിവൽ സിനിമാസ് ഇതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ വരെ എച്ച് മാൾ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കടകളും എല്ലാ സാധനങ്ങളും ഉള്ളതായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ പറ്റി, കടകളൊക്കെ കുറവാണ്. അത്ര ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരത്തില്ല. ആകെ തിയേറ്ററിൻ്റെ ഒരു തെള്ള് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പം കുറച്ച് ക്രിസ്മസ് അടുത്ത് കുറച്ച് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഇവിടെ എത്തി. 3:20 ആവും മൂവി തുടങ്ങാൻ വേണ്ടി. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഇവിടുത്തെ കടകളൊക്കെ ചുമ്മാ ഒന്ന് നടന്ന് കാണുക. ബസ് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി തിയേറ്ററിലോട്ട് പോവുകയാണ്. നല്ല ലാഗുണ്ടല്ലോ ഇവിടെ. ഫ്രണ്ട്സ്, നല്ല തിരക്കാണ്. മാർക്കോ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ആൾക്കാരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി. ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ പോവാന്ന് വെച്ച്. മാർക്കോട് ഇന്റർവെല്ല ഇതുവരെ ഗുമ്മു സാധനം. ഞങ്ങളാണ്ട് 2 പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ട് വേറെ അച്ഛൻ പടം കുഴപ്പമില്ല, സീനാണ്. ബാക്കി നോക്കണം. ഇതുവരെ അടിപൊളിയാണ്. കഥ സംബന്ധിച്ച് വലിയ ഇതൊന്നുമില്ല, പക്ഷെ ബാക്കിയെല്ലാം കണ്ടോണ്ട് ഇത് ഭയങ്കര എന്താ. പിന്നെ പോയിട്ട് ഒരു പെപ്സിയും പിന്നെ പോപ്കോണും വാങ്ങിച്ച്. സത്യത്തിൽ അച്ഛൻ വാങ്ങിച്ചു തന്നെ. ഇന്ന് അവൻ്റെ ചിലവാ. എങ്ങനെയുണ്ട് മാർക്കോ? കൊള്ളാം. പീറ് പടം ഫ്രണ്ട്സ്. പടം അടിപൊളിയാണ്. അതാണ്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നതേ ഉള്ളൂ. അതാണ്ട് ചെറുക്കന് പോപ്കോൺ പോലും നിരജൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല. പടം വേറെ, ഇൻ്റർവെല്ല് കഴിഞ്ഞ് വേറെ ലെവലാ. ബ്രൂട്ടൽ. എന്താ പോപ്കോൺ എന്തേ തീരുന്നില്ല ഗൈസ്, തീരുന്നില്ലെന്ന്. എന്താ നോക്ക പോണ്ടായോ? വാ വണ്ടി എടു. എന്തോടാ പടം കണ്ട് നീ അങ്ങ് ഇതായോ? ഫ്രണ്ട്സ്, ഇത് മോളിനുള്ളിലെ തിയേറ്ററാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ ഷോപ്പിങ്ങിന് വരുന്ന ആളുകളൊക്കെ ഈ കാണുന്ന ഈ കടകളിലൊക്കെ. അപ്പോൾ അതിൻ്റെ സാധനം എല്ലാം കൈ തന്നെ ഇരിക്കുക. സിനിമയുടെ ഒരു ഇത് കാരണം ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മസാലയാണ്. വല്ലാത്ത പടം തന്നെ. കഥയൊക്കെ നോർമൽ. പക്ഷേ എടാ, സിനിമയൊക്കെ കഴിഞ്ഞാൽ ഇനി എന്താ പരിപാടി? വീട്ടിൽ പോകണ്ടേ? ഇനി എന്താ, വീട്ടിൽ പോവാ. പടത്തിന്റെ ആ ഒരു ഇതില് നിൽക്കുക. ഫസ്ട്രേഷനാ? ത്രില്ല്. പടം എങ്ങനെ ഉണ്ട്? ആവറേജ് ഒന്നും അല്ല. പടം നൈസാ. കഥയൊന്നും അത്ര ഇതില്ലെങ്കിലും പടം സെറ്റാ. പടം കഴിഞ്ഞിറങ്ങി ബൈക്കിൻ്റെ അടുത്തെത്തി ഞങ്ങളുടെ താക്കോല് നോക്കിയപ്പോഴും താക്കോല് മിസ്സായി. അത് ഞങ്ങളുടെ കയ്യിലൊന്നും കാണുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പം പുള്ളി കണ്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിയേറ്ററിന് ഉള്ളിൽ കയറി നോക്കാമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയപ്പോൾ അടുത്ത ഷോയും തുടങ്ങി. പിന്നെ ഇൻ്റർവെല്ല് വരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് എന്തായാലും ആ താക്കോല് കിട്ടി. എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചേ. അപ്പോൾ മച്ചാന്മാർ തിരിച്ചു വരാൻ നേരം കരുനാഗപ്പള്ളി നാഷണൽ ഹൈവേയുടെ പണി നടക്കുവാണ്ട് നല്ല ട്രാഫിക്കായിരുന്നു. ഇതുവരെയായിട്ട് ഇവിടുത്തെ റോഡൊന്നും അധികം റെഡി ആയിട്ടില്ല. അപ്പം നിങ്ങളുടെ നാട്ടിൽ നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ ഇങ്ങനെയാണോ നടക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഞങ്ങൾ കണ്ട
തിരിച്ചു വരുമ്പോൾ ഒരു ട്യൂഷൻ സെൻ്റർ ആണ്, അവിടെ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഭയങ്കര പിള്ളേരെല്ലാം ഓൺ വൈബ്, എന്തോ DJ പ്രോഗ്രാം ഉണ്ടോ. ഇതൊക്കെ ആയാലും ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാമല്ലയോ. ഞങ്ങളെ വീട്ടിലോട്ട് തിരിച്ചു വരാൻ നേരം രാത്രി റോഡിൻ്റെ സൈഡിലെല്ലാം ആളുകൾ ലൈറ്റ് കൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആവാറായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വരാൻ നേരമാണെങ്കിൽ ബൈക്കിൻ്റെ ടയറിനകത്തൊട്ടും കാറ്റില്ല, കാറ്റ് കുറവുണ്ട്. അങ്ങനെ ഇതിന് കാറ്റൊന്നടിക്കാമെന്ന് വെച്ചിട്ട് അടുത്തുള്ളൊരു പെട്രോൾ പമ്പിൻ്റെ കാറ്റടിക്കാൻ വേണ്ടി വന്ന്. ഇന്ന് തൊടുന്നത് മൊത്തം ശകുനം അല്ലയോ. താക്കോലും പോയി. ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം ഞങ്ങൾ സിനിമ കാണാൻ ഇറങ്ങിയതും ഇന്നത്തെ ദിവസം തന്നെ എന്നെ സംബന്ധിച്ച് ഇന്ന് ഫുള്ളാകെ ഡാർക്കാണ്. പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ സിനിമയും വന്ന് ആദ്യം തന്നെ കാണുന്നത് ഞങ്ങൾ. അപ്പം ഈ സിനിമ കാണാൻ കുറച്ച് ലേറ്റായി. എടാ, ലേറ്റ് ആയതിനും വല്ല എന്തെങ്കിലും വിഷമമുണ്ടോ? കുഴപ്പമില്ല, കുറച്ച് നേരത്തെ കാണണ്ടേ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഇതൊരിക്കലും ഒരു റിവ്യൂ അല്ല, പടത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പടം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായി, അത്രേ ഉള്ളൂ. പക്ഷെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റാണ്. മലയാളത്തിൽ ഇറങ്ങിയത് വെച്ച് ഒരു അടിപൊളി പടം, മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ്. എങ്ങനെയുണ്ട് അച്ചു? കൊള്ളാം. അച്ചു അത് തന്നെ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് സെറ്റാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, കുറച്ച് ബ്രൂട്ടലാണ്. എന്നാലും പടം നൈസാണ്. ഞങ്ങളുടെ പടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഞങ്ങളുടെ താക്കോല് മിസ്സായി. തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു, അത് പിന്നെ നോക്കിയെടുത്ത് വന്നപ്പോഴത്തേന് രാത്രിയായി. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് വന്നു നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്നാലും അതിൻ്റേതായ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. താക്കോല് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അത് മാറി. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. അപ്പം മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. മാർക്കോ സിനിമ കാണാൻ പോയതും നമ്മുടെ പോകുന്ന വഴിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊരു കുഞ്ഞു വീഡിയോ. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അച്ചു മച്ചാനോടൊപ്പം ഇറ്റ്സ് മീ ജോഷുവ, സൈനിങ് ഔട്ട്.